ഏതാ കുട്ടി? കാഞ്ചി, ആ തമിഴൻ മുരുകന്റെ കൊച്ചുമോളാ. സാധനം എങ്ങനെയുണ്ട്? ചെറുതാ, പൊടി. എന്നാ പിന്നെ വെടി പൊടിന്ന് തന്നെ തുടങ്ങാം. കുറെ പാവാട ഓളികൾ ഇറങ്ങിയിട്ടുണ്ട്. പണിയെടുത്തില്ലെങ്കിൽ നമ്മളൊന്ന് മീശ വെച്ചിട്ട് ഒരു കാര്യമില്ലണ്ണ. അവന്മാരെ ഉറക്കാൻ നമുക്ക് പണി കൊടുക്കാൻ നമുക്കൊരാളുണ്ട്. നല്ല വെങ്കല പണി. ആര്? തമ്പിക്കുട്ടൻ അവിടെ ഇപ്പൊ വരാൻ നമ്മൾ രാവിലെ പോയതാ. അവൻ ഈ ഇടയ്ക്കിടയ്ക്ക് മുങ്ങുന്നുണ്ട്. ഒരു കണ്ണ് വേണം. സുരേണ വരണ വെള്ളിയാഴ്ചയാ, മറക്കരുത്. വരാം. ആലോചിച്ചുറപ്പിച്ച കല്യാണമാണോടാ? ആലോചിച്ചിട്ടൊക്കെ നമുക്കാര് വീണ് തരാനാണ്? വിളിച്ചിറക്കിക്കൊണ്ടെങ്കിൽ പോരും, അത്ര തന്നെ. ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഭയങ്കര ലാഭമുള്ള പരിപാടിയാ. ഇത്ര ഉള്ള കൊച്ചിന് മിനിമം 5 ലക്ഷം രൂപ കിട്ടും. പിന്നെ വാങ്ങിക്കുന്നവർ നല്ല ടീംസ് ആണെങ്കിൽ ഇതിനെ പൊന്നു പോലെ നോക്കും. കൊച്ചിന് നല്ലൊരു ഭാവി കിട്ടും. നല്ല ടീംസ് അല്ലെങ്കിൽ എത്ര ആൾക്കാര് കണ്ണ്, കരള്, വൃക്ക ഇതൊന്നും കിട്ടാതെ കഷ്ടപ്പെടുന്നെന്നറിയാവോ? നല്ലൊരു പുണ്യപ്രവൃത്തി ചെയ്യുമെന്ന് വിചാരിച്ച് നിനക്കങ്ങ് സമാധാനിക്കുക. ഞാൻ പറഞ്ഞ കാര്യം. എന്ത് കാര്യം? എടിയ പെങ്കൊച്ചിന്റെ കാര്യം. അത് പറഞ്ഞു കഴിഞ്ഞതല്ലേ? പക്ഷേ നമ്മൾ ചെയ്ത പരിപാടിയിലിടയില്ലേ ഈ അമ്മ പാസം, തങ്കച്ചി പാസം അതൊന്നും വർക്കൗട്ട് ആവൂല. പിന്നെ നിന്റെ കൂടെ നടക്കണവന്മാർ യവന്മാരോട് കൊച്ചിനെ നിർത്തിയ നാളെ എന്താ സംഭവിക്കുന്നത് ആർക്കറിയാം? അല്ലെങ്കിൽ എൻ്റെ കൂടെ വിട്, അതിനൊരു ജീവിതമാവും. ഞാൻ വളർത്തിക്കോളാം നിന്നെ പോലെ ബോൾഡായിട്ട്. എന്റെ കൂടെ നടക്കുന്നവരെ എനിക്ക് നന്നായിട്ടറിയാം. പണ്ട് കൂടെ നടന്നവരെയും കിടന്നവരെയും അറിയാം. ഈ കൊച്ചിനെ ഞാനങ്ങനെ വഴി കളയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനിയൊരു ഭാബി ഇവിടെ വേണ്ട. അവളെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ഏർപ്പാട് ചെയ്യുന്നുണ്ട്. പഠിത്തവും താമസമൊക്കെ വേറെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പണ്ട് ഞാൻ പറയുന്നതായിരുന്നു നിനക്ക് അവസാന വാക്ക്. അമുദം, നീ അങ്ങ് വളർന്നുപോയി. വളർന്നുപോയി. പഴയ അടയ്ക്കയല്ല, അടയ്ക്കാമരമായി. പഴയതുപോലെ എടുത്ത് മടി വെക്കാൻ പറ്റൂല. എൻ്റെ കൂടെ കച്ചവടം ചെയ്യണമെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം. കച്ചവടം ഞാനിനി ചെയ്യുന്നില്ലെങ്കിലോ? ഈ പനിയനെ നമുക്ക് വിശ്വസിക്കാമോ? തമിഴ്നാട്ടിലൊക്കെ മുടുത്ത ഓൾഡാണ്. പൈസ കൊടുത്ത് പറഞ്ഞ പണിയെടുക്കും. ഇതാ ജോസഫ് മാഷിനെ കൊന്നവൻ്റെ വീടല്ലടേ. തമ്മിക്കുട്ട നിന്റെ കൂട്ടുകാരല്ലടാ കൊന്നവൻ. പോ കഴിച്ച്. എനിക്കൊന്നും അറിഞ്ഞൂടാ. പണ്ട് കൊച്ചിലെ കച്ചി കളിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല.